സർ, എൻ്റെ കയ്യിലുള്ളത് 3 രേഖകളാണ്. ഈ 3 രേഖകൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾക്കുൾപ്പെടെ അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് സർ. ഒന്ന് ഗൈഡ് ലൈനാണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനാണ് സർ. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2024 ഒരു മീറ്റിംഗ് എടുത്തിരുന്നു സർ. ആ മീറ്റിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2024 ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപീകരിച്ചത് സർ. സർ, രണ്ടാമത്തത് ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇൻ കേരള എന്നുള്ളതാണ്. ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ രണ്ടാമത്തെ ഭാഗം. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർ. എന്താണെന്നറിയോ, ഇതിന് സോഴ്സ് അറിയില്ല, എന്താണെന്നറിയില്ല എന്നുള്ളത് പറയുകയുണ്ടായി സർ. സർ, ശാസ്ത്രീയമായി ആഗോളതലത്തിൽ തന്നെ ഇതിന്റെ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും പരിശോധിച്ച് നമ്മുടെ മുന്നിലുള്ള അറിവുകളെ കൂടി പരിശോധിച്ച് കണ്ടെത്തലുകളെ കൂടി പരിശോധിച്ചതിന് ശേഷം സർ, എക്സ്പോഷർ ആൻഡ് കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ വാട്ടർ ആക്ടിവിറ്റി, സ്വിമ്മിംഗ്, ഡൈവിംഗ്, ബേതിങ്, വാട്ടർ സ്പോർട്സ്, നേസൽ ഇറിഗേഷൻ, സ്പ്ലാഷിംഗ്, വാട്ടർ ഫെസ്റ്റിവൽ, ലേക്ക്, പോണ്ട്, റിസർവയർ, സ്വിമ്മിംഗ് പൂൾ, ടാപ്പ് വാട്ടർ, കനാൽ, റിവർ, സ്ട്രീം, ജിയോതെർമൽ വാട്ടർ, വാട്ടർ ടാങ്ക്, അക്വാറ്റിക് സ്പോർട്സ് വെന്യൂ, ഇത് സർക്കാരിന്റെ രേഖയാണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് 2024 ഇറക്കിയതാണ് സർ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സർ. ഈ പ്രവർത്തനങ്ങളെ, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ ഏകാരോഗ്യ ആശയത്തിന്റെ അധിഷ്ഠിതമായി ഒരു ആക്ഷൻ പ്ലാനായി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശത്തിന്റെ പേര് കൂടിയാണ് സർ കേരളം. സർ, എങ്ങനെയാണ് ഏകാരോഗ്യത്തിന്റെ അടിസ്ഥാനമാക്കി ഈ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ ആദ്യം, നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ, ലാബ് പരിശോധന ഉണ്ടോ, തെറ്റായ പ്രചരണങ്ങൾ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പരിശോധന, ട്രീറ്റ്മെന്റ്, മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈനും പ്രോട്ടോകോളും ഉണ്ട്. അടുത്ത പണിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടെ മീറ്റിംഗ് എടുത്തിരുന്നു സർ. വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ, അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ, മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. സർ, ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ്. ഈ ഡോക്യുമെന്റിൽ 14 ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സർ. ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളട്ടെ സർ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് 95 ആണല്ലോ. പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും 95 സർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം 132, പാലക്കാട് മാത്രമാണ് സർ പറയുന്നത്. മറ്റു യോഗങ്ങളുടെ എണ്ണം 341, പരിശീലനങ്ങളുടെ എണ്ണം 194. മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ? സാർ, ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്, ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ, ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. സാർ, ഞാൻ പറയട്ടെ സാർ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സാർ. ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സാർ, ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധന ഗൈഡ് ലൈൻ ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ. സാർ, ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി, ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു സാർ. സാർ സാർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു സാർ. ഇതൊരു പകർച്ചവ്യാധി അല്ല സാർ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ
ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പ്ലീസ് പ്രകോപിതനാവല്ല പ്ലീസ്.